ഹായ്, ഏവർക്കും നമസ്കാരം. ഓൾ ഇൻ വൺ ടച്ചിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിൽ പ്രധാന പുരസ്കാരങ്ങളാണ് കേട്ടോ. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മുടെ കിട്ടാനും അതുപോലെ തന്നെ കയ്യിൽ നിന്ന് പോകാനും ചാൻസ് ഉള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസോടുകൂടി നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ എപ്പോഴും മടിയാണ്. എന്ത് ചെയ്യുക, പക്ഷേ ഇനി നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ മടിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെച്ചിട്ട് അതൊക്കെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റിവിഷൻ നടത്തിയിട്ട് പഠിച്ചു പോവുക. അവാർഡ്സാണ് നമ്മളിന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്, ഇതാണ് എല്ലാ മനുഷ്യരുടെയും ചിന്ത. ആ സൂര്യനെ നോക്കൂ, തനിച്ചാണ് ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കാതെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക. ആ സൂര്യനാണ് ഒറ്റയ്ക്ക് ഇത്രയും പേർക്കും എന്ത് നൽകുന്നത്, പ്രകാശം നൽകുന്നത്. അതുപോലെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, പ്രകാശിക്കാൻ കഴിയും എന്നുള്ള APJ അബ്ദുൽ കലാമിൻ്റെ മനോഹരമായ കോട്ടോടുകൂടി നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. എന്താണ് അവാർഡ്സ് കേട്ടോ. അവാർഡ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക്ക്. അപ്പോൾ ആദ്യത്തെ അവാർഡ് ഓടക്കുഴൽ അവാർഡാണ്. ആരാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് കേട്ടോ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെയാണ് ഓടക്കുഴൽ അവാർഡ്. 30,000 രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിനാണ്. പ്രാണവായു എന്ന കഥാസമാഹാരം. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്നതാണ്. 30,000 രൂപയാണ് അർഹനായത് അംബികാസുധൻ മങ്ങാട് പ്രാണവായു. അംബികാസുധൻ മങ്ങാട് പ്രാണവായു. ഓടക്കുഴൽ അവാർഡ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകണു. 30,000 രൂപ പ്രൈസ് മണി. അംബികാസുധൻ മങ്ങാടാണ് അർഹനായത് പ്രാണവായു എന്ന കഥാസമാഹാരത്തിന്. ഇനി ഗൗരിയമ്മ പുരസ്കാരം നമുക്കറിയാലോ, നമ്മുടെ ആദ്യ റവന്യൂ മന്ത്രിയായ KR ഗൗരിയമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഗൗരിയമ്മ പുരസ്കാരം. അതിൻ്റെ ഗൗരിയമ്മ ഫൗണ്ടേഷൻ്റെ ആദ്യമായിട്ടുള്ള പുരസ്കാരം ചെഗുവേരയുടെ മകളും ക്യൂബൻ സാമൂഹിക പ്രവർത്തകയായ ഡോക്ടർ അലൈൻഡ ഗവാര അർഹയായി. 2.47 ലക്ഷം രൂപയാണ് അവാർഡ്. അപ്പോൾ ആരാണ്? അലൈൻഡ ഗവാര അർഹയായി. പ്രഥമ ഗൗരിയമ്മ പുരസ്കാരമാണ്. അപ്പോൾ ആലോചിച്ച് വെച്ച് പഠിക്കണം. ഗോൾഡൻ ക്യാമൽ എന്ന് പറഞ്ഞു വെച്ചാൽ ജയ്പൂർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധാനത്തിനുള്ള ഗോൾഡൻ ക്യാമൽ പുരസ്കാരം മലയാള ചിത്രമായ അവനോ വിലോയ്ക്ക് ലഭിച്ചു. വിലോലയ്ക്ക്. അപ്പോൾ അവനോ വിലോനയ്ക്ക് ലഭിച്ചു കേട്ടോ. അപ്പോൾ അവനോ വിലോനയ്ക്ക് ലഭിച്ചു. ഷെറി ഗോവിന്ദും T ദീപേഷും മികച്ച സംവിധായകരായി. അപ്പോൾ ഗോൾഡൻ ക്യാമൽ ആർക്കാണ് ലഭിച്ചത്? ജയ്പൂർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധാനത്തിനുള്ള ഗോൾഡൻ ക്യാമൽ. അപ്പോൾ മികച്ച സംവിധായകന് നൽകുന്നതാണ് ഗോൾഡൻ ക്യാമൽ എന്ന് പഠിച്ചു വയ്ക്കുക. മലയാള ചിത്രമായ അവനോ വിലോനയ്ക്ക് ലഭിച്ചു കേട്ടോ. ഹാർവർഡ് ലീഡർഷിപ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ഇന്ദുചൂഡ് US-ലെ ഹാർവർഡ് ലോ സ്കൂൾ സെൻറ്ററിൻ്റെ അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായി. അവാർഡിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടെയാണ് ആര്? ചന്ദ്രചൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണ്? ചന്ദ്രചൂഡിനാണ് US-ൻ്റെ ഹവാർഡ് ലോ സ്കൂൾ സെൻറ്ററിൻ്റെ പുരസ്കാരം. അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടെയാണ്. നമ്മുടെ ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസാണ് ചന്ദ്രചൂഡ്. അപ്പോൾ ചന്ദ്രചൂഡിന് US-ലെ ഹാർവർഡ് ലോ സ്കൂൾ സെൻറ്ററിൻ്റെ അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ്. അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടെയായിരുന്നു. അദ്ദേഹത്താണ് നമ്മുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ. നിയമസഭാ പുരസ്കാരം. പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം സാഹിത്യകാരൻ T പത്മനാഭന് അർഹനായി. അപ്പോൾ ആദ്യമായിട്ടാണ് പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? T പത്മനാഭൻ അർഹനായി. കേരള നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായാണ് 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 1 ലക്ഷം രൂപ. ഗോൾഡൻ ഗ്ലോബ്. സ്റ്റീവൻ സ്പിൽബർഗ് ഒരുക്കിയ ദ ഫേബൽമാൻസ് മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം സ്പീൽബർഗ് സ്വന്തമാക്കി. കേറ്റ് ബ്ലാൻഷാറ്റ് മികച്ച നടിയും ഓസ്റ്റിൻ ബട്ട്ലർ മികച്ച നടനുമായി. അപ്പോൾ ഗോൾഡൻ ഗ്ലോബിൽ പുരസ്കാരങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കണം. സ്റ്റീവൻ സ്പീൽബർഗ് ഒരുക്കിയ ദ ഫേബൽമാൻസ് ആണ് മികച്ച ചിത്രം. അപ്പോൾ ദ ഫേബൽമാൻസ് മികച്ച ചിത്രം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം സ്പീൽബർഗ് സ്വന്തമാക്കി. സ്പീൽബർഗിനാണ് സ്വന്തം.
കേറ്റ് ബ്ലാൻഷാറ്റ് നടിയും ഓസ്റ്റിൻ ബട്ട്ലർ നടനുമായി, മികച്ച നടിയും നടനുമായി. അപ്പോൾ ഇതുവരെയുള്ളതൊന്നും കൂടെ നോക്കാം. ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിനാണ് പ്രാണവായു എന്ന കഥാസമാഹാരത്തിന്. ഗൗരിയമ്മ പുരസ്കാരം അലൈഡ ഗവാരയാണ് അർഹയായത്. ഗോൾഡൻ ക്യാമൽ പുരസ്കാരം ജയ്പൂർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ളതാണ് ഇത്. അത് നമ്മുടെ അവനോ വിലോയ്ക്ക് ലഭിച്ചു. ഷെറി ഗോവിന്ദും ടി ദീപേഷും മികച്ച സംവിധായകരായിട്ട് മാറി. ഹാർഡ്വേർഡ് ലീഡർഷിപ്പ് ചന്ദ്രചൂഡ്, ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസായ ചന്ദ്രചൂഡിന് നിയമസഭാ പുരസ്കാരം ആദ്യമായിട്ട് കൊടുക്കുകയാണ്. ടി പത്മനാഭനാണ് അർഹനായത്. ഗോൾഡൻ ഗ്ലോബിൽ മികച്ച ചിത്രമായിട്ട് ദ ഫേബിൾസ്മാനും അതുപോലെ തന്നെ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടി. മികച്ച സംവിധായകൻ സ്പീൽബർഗ്, അതുപോലെ തന്നെ കേറ്റ് ബ്ലാൻഷാറ്റ് നടിയും ഓസ്റ്റിൻ ബട്ട്ലർ നടനുമായിട്ട് മാറി. എം കീരവാണി, നമ്മുടെ ഒറിജിനൽ സോങ് അല്ലേ, RRRലെ നാട്ട് ഗാനം ഒറിജിനൽ സോങ് വിഭാഗത്തിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ സംഗീത സംവിധായകൻ MM കീരവാണി മരകത മണി പുരസ്കാരം ഏറ്റുവാങ്ങി. അപ്പോൾ MM കീരവാണി ആരാണ്? SS രാജമൗലി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രം RRRലെ നാട്ട് എന്ന ഗാനം ഒറിജിനൽ സോങ് വിഭാഗത്തിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. സംഗീത സംവിധായകൻ MM കീരവാണി പുരസ്കാരം ഏറ്റുവാങ്ങി. അപ്പോൾ ഇത് നമ്മൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ന്യൂസാണ് അല്ലേ. അപ്പോൾ RRRലെ ഈ സോങ്ങും നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ പാടിക്കൊണ്ട് നടന്ന ഒരു സോങ്ങാണ്. അപ്പോൾ ഒറിജിനൽ എന്ന വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടി. ക്രിട്ടിക്സ് ചോയ്സ്, ബ്രോഡ്കാസ്റ്റ് ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനും മികച്ച ഗാനത്തിനുമുള്ള പുരസ്കാരങ്ങൾ തെലുങ്ക് ചിത്രം RRR സ്വന്തമാക്കി. നാട്ട് എന്ന ഗാനം മികച്ച ഗാനമായി. ക്രിട്ടിക്സ് ചോയ്സിലും RRRന് തന്നെയാണ് മികച്ച ചിത്രം. അതുപോലെ തന്നെ സോങ് ഏതായിരുന്നു? നാട്ടായിരുന്നു. അപ്പം നമ്മൾ 2 കാര്യത്തിൽ നാട്ട് പഠിച്ചു. ഒന്ന് ഓസ്കാർ ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് RRRലെ നാട്ട് എന്നുള്ള ഗാനത്തിനാണ്. അതിൻ്റെ സംഗീത സംവിധായകൻ MM കീരവാണി പുരസ്കാരം ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ ക്രിട്ടിക്സ് ചോയ്സും ആർക്ക് തന്നെയായിരുന്നു? മികച്ച ചിത്രം RRR, മികച്ച ഗാനം നാട്ട്. IFFHS ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2022 മികച്ച താരം, മികച്ച പ്ലേ മേക്കർ, മികച്ച ഗോൾ സ്കോറർ, രാജ്യാന്തര പുരസ്കാരങ്ങൾ അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സി സ്വന്തമാക്കി. അർജന്റീനയുടെ ലയണൽ സ്കലോനിക്കാണ് മികച്ച ദേശീയ ടീം പരിശീലകനുള്ള പുരസ്കാരം. അപ്പോൾ നമുക്കറിയാം ഫിഫയിൽ അർജന്റീനയ്ക്കായിരുന്നു അല്ലേ, അർജന്റീനയാണ് ജയിച്ചത്. സോ ഇപ്പോഴുള്ള എല്ലാ പുരസ്കാരങ്ങളും ഈ ഫുട്ബോളിൻ്റെ ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് എഴുതാം ആരാണ്? മെസ്സി എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫുട്ബോളിൻ്റെ ബാലൻഡിയോർ ആയിക്കോട്ടെ എല്ലാം ഏതിലേക്കാണ് പോണത്? മെസ്സിയിലേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഒന്ന് ഉറച്ച് ആരെ എഴുതാം? നമുക്ക് ഈ വർഷം മെസ്സിയെ എഴുതാം. ഹരിവരാസനം പുരസ്കാരം ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹരിവരാസന പുരസ്കാരം കൊടുക്കുന്നത്. ശ്രീകുമാരൻ തമ്പിക്ക് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന ഹരിവരാസന പുരസ്കാരം കവിയും രചയിതാവുമായ ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ഫാക്റ്റ്, MM കീരവാണി ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടി. അപ്പോൾ അദ്ദേഹമാണ് RRRൽ നാട്ട് എന്ന ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ. ക്രിട്ടിക്സ് ചോയ്സും ഏതിനാണ്? RRR എന്നുള്ള സിനിമയ്ക്കും. മികച്ച ഗാനം ഏത് തന്നെയാണ്? നാട്ടാണ്. അടുത്തത് IFFHS, അത് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2022 മികച്ച താരമാരാണ്? ലയണൽ മെസ്സിയാണ്. ഓക്കെ, ഹരിവരാസനം പുരസ്കാരം ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ് ഹരിവരാസന പുരസ്കാരം. ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹരിവരാസന പുരസ്കാരം നൽകുന്നത്. സ്വദേശാഭിമാനി കേസരി മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി അവാർഡിന് SR ശക്തിധരൻ അർഹനായി. 1 ലക്ഷം രൂപയും ശില്പവുമാണ് പുരസ്കാരം. അപ്പോൾ എന്താണ് SR ശക്തിധരൻ? ഭയങ്കര ശക്തമായിട്ട് അദ്ദേഹം ഈ മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ശക്തിധരൻ എന്ത് കിട്ടി? സ്വദേശാഭിമാനി കേസരി അവാർഡ്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ SM കൃഷ്ണ, സക്കീർ ഹുസൈൻ, ശ്രീനിവാസ് വർദ്ധൻ എന്നിവരും മരണാനന്തര ബഹുമതിയായി മുലായം സിംഗ് യാദവ്, ഡോക്ടർ ദിലീപ്
മഹലാനാബിസ്, ബാലകൃഷ്ണ ദോഷി എന്നിവരും പത്മഭൂഷൺ ബഹുമതിക്ക് അർഹരായി. ഗായിക വാണി ജയറാം, സുധാമൂർത്തി, കുമാർ മംഗലം ബിർള എന്നിവരുൾപ്പെടെ 9 പേർക്കാണ് പത്മഭൂഷൺ. അപ്പോൾ പത്മവിഭൂഷണും പത്മഭൂഷണും SM കൃഷ്ണ, സക്കീർ ഹുസൈൻ, ശ്രീനിവാസ് വർദ്ധൻ എന്നിവരും. മരണാനന്തര ബഹുമതിയായിട്ട് ആർക്കാണ്? മുലായം സിംഗ് യാദവ്, അതുപോലെ തന്നെ മഹലാനോബിസ്, ബാലകൃഷ്ണ ദോഷി എന്നിവരും പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹരായി. ഗായിക വാണി ജയറാം, സുധാമൂർത്തി, കുമാർ മംഗലം ബിർള എന്നീ 9 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. അടുത്താണ് പത്മശ്രീ പുരസ്കാരം. മലയാളിയായ ഗാന്ധിയൻ അപ്പുക്കുട്ടൻ പൊതുവാൾ, നെൽകർഷകൻ ചെറുവയൽ രാമൻ, ചരിത്രകാരൻ CI ഐസക്, കളരിപ്പയറ്റ് വിദഗ്ധൻ SRD പ്രസാദ് എന്നിവരുൾപ്പെടെ 91 പേർക്കാണ് ഇത്തവണത്തെ പത്മശ്രീ ബഹുമതിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം മലയാളിയായ ഗാന്ധിയൻ അപ്പുക്കുട്ട പൊതുവാൾ, നെൽകർഷകൻ ചെറുവയൽ രാമൻ, ചരിത്രകാരൻ CI ഐസക്, കളരിപ്പയറ്റ് വിദഗ്ധൻ SRD പ്രസാദ് എന്നിവരുൾപ്പെടെ 91 പേർക്കാണ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായത്. അടുത്താണ് ICC അവാർഡ്. 2022 മികച്ച ക്രിക്കറ്റർക്കും മികച്ച ഏകദിന താരത്തിനുമുള്ള ICC പുരസ്കാരം പാകിസ്ഥാന്റെ ബാബർ അസമും, മികച്ച ടെസ്റ്റ് താരത്തിനുള്ള പുരസ്കാരം ഇംഗ്ലണ്ടിന്റെ ബെൻ സ്റ്റോക്സും സ്വന്തമാക്കി. ഇന്ത്യയുടെ സൂര്യകുമാർ യാദവിനാണ് യാദവിന് മികച്ച 2020 താരം. ദക്ഷിണാഫ്രിക്കയുടെ മാർക്കോ ജാൻസാണ് എമർജിംഗ് ക്രിക്കറ്റർ എന്നുള്ള വിഭാഗത്തിലും. വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ പേസ് ബോളർ രേണുക സിംഗ് എമർജിംഗ് താരമായി. അപ്പോൾ ICCയുടെ അവാർഡുകൾ 2022 പ്രഖ്യാപിച്ചു. അപ്പോൾ 2022 മികച്ച ക്രിക്കറ്റർക്കും മികച്ച ഏകദിന താരത്തിനുമുള്ള ICC പുരസ്കാരം പാകിസ്ഥാന്റെ ബാബർ അസമും, മികച്ച ടെസ്റ്റ് താരത്തിനുള്ള പുരസ്കാരം ഇംഗ്ലണ്ടിന്റെ ബെൻ സ്റ്റോക്കും സ്വന്തമാക്കി. ഇന്ത്യയുടെ യാദവിനാണ് മികച്ച 2020 താരം. അതുപോലെ തന്നെ മാർക്കോ ജാൻസനാണ് എമർജിംഗ് പ്ലെയർ സൗത്ത് ആഫ്രിക്കയുടെ. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ പേസ് ബോളർ രേണുക സിംഗ് എമർജിംഗ് താരമായി. രാഷ്ട്രീയ ബാല പുരസ്കാരം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് കേരളത്തിൽ നിന്നുള്ള ആദിത്യ സുരേഷ് 15 വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെട്ടു. കലാരംഗത്തെ മികവിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സ്വദേശാഭിമാനി കേസരി ആരാണ്? ആർ ശക്തിധരൻ മാധ്യമ മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കാണ് ഇത് കൊടുക്കുന്നത്, സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. അപ്പോൾ ആരാണ്? ശക്തിയോട് പ്രവർത്തിച്ച ശക്തിധരൻ അർഹനായി. പത്മവിഭൂഷൺ, പത്മഭൂഷൺ അതിൻ്റെ കാര്യം പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ പത്മശ്രീയും എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. അടുത്തത് ICC അവാർഡാണ്. മികച്ച ക്രിക്കറ്റർ ഏകദിന താരത്തിനുള്ളത് പാകിസ്ഥാൻ്റെ ബാബർ അസമും, ടെസ്റ്റിലാണെങ്കിൽ ബെൻ സ്റ്റോക്ക് ഇംഗ്ലണ്ടിൻ്റെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ യാദവാണ് 2020 താരം. ദക്ഷിണാഫ്രിക്കയുടെ മാർക്കോ ജാൻസൺ ആണ് എമർജിംഗ് ക്രിക്കറ്റർ. വനിതാ വിഭാഗത്തിലാണെങ്കിൽ എമർജിംഗ് ക്രിക്കറ്റർ താരമായിട്ട് ബോളർ രേണുക സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയ ബാല പുരസ്കാരം ആദിത്യ സുരേഷ് 15 വയസ്സ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഈ അവാർഡ് നൽകുന്നത്. ഫിഫ ദ ബെസ്റ്റ് 2022 മികച്ച പുരുഷ ഫുട്ബോൾ താരം ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർജന്റീനിയൻ താരം ലയണൽ മെസ്സി അർഹനായി. അതുപോലെ തന്നെ അതിൻ്റെ പരിശീലകൻ ലയണൽ സ്കർലോണിയാണ് മികച്ച പുരുഷ ടീം പരിശീലകൻ. ബാഴ്സലോണ താരം അലക്സിയ പ്യൂട്ടയാസ് ആണ് മികച്ച വനിതാ താരം. മികച്ച ഗോളിനുള്ള പുരസ്കാരം പുസ്കാസ് പുരസ്കാരം മാർസിൻ ഒലക്സി നേടി. ഓക്കെ, അപ്പോൾ ഫിഫ ദ ബെസ്റ്റിൽ ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. ബിയോൺസ് ബ്രിട്ടീഷ് സംഗീതജ്ഞയായ ഗയോർഗ് സോൾട്ടിയുടെ 31ാമത് ഗ്രാമി പുരസ്കാരം എന്ന റെക്കോർഡ് പോപ്പ് താരം ബിയോൺസ് ഭേദിച്ചു. റെനിസാൻസ് ആൽബത്തിലൂടെ
ഈ വർഷത്തെ 4 പുരസ്കാരം നേടി ബിയോൺസിന്റെ ആകെ ഗ്രാമികളുടെ എണ്ണം ഇതോടെ 32ആയി. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം ഹാരി സ്റ്റൈൽസ് സ്വന്തമാക്കി. അപ്പോൾ ബിയോൺസ് ബ്രിട്ടീഷ് സംഗീതജ്ഞയായ ഗയോഗ് സോൾട്ടിയുടെ 31 ഗ്രാമി പുരസ്കാരം എന്ന റെക്കോർഡ് ഭേദിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബിയോൺസ് ആണ് കേട്ടോ. ബിയോൺസ് ഭേദിച്ചു. അവർക്കിപ്പോൾ 32 കാരണം ഈ വർഷത്തെ 4 പുരസ്കാരം ഗ്രാമിയിൽ 4 പുരസ്കാരം നേടിയതോടെ ബിയോൺസിന്റെ ആകെ ഗ്രാമികളുടെ എണ്ണം എത്രയായി? 32ആയി. റിക്കി കേജ്, ഇന്ത്യൻ വംശജനായ സംഗീതജ്ഞൻ റിക്കി കേജ് വീണ്ടും ഗ്രാമി പുരസ്കാരത്തിന് അർഹനായി. അപ്പോൾ റിക്കി കേജിന് എന്തായി? ഇന്ത്യൻ വംശജൻ സംഗീതജ്ഞൻ റിക്കി കേജ് വീണ്ടും ഗ്രാമി പുരസ്കാരത്തിന് അർഹനായി. ബാഫ്റ്റ പുരസ്കാരം ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എഡ്വേർഡ് ബർജർ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് മികച്ച ചിത്രത്തിനും സംവിധായകനുള്ള പുരസ്കാരവും നേടി. ഓസ്റ്റിൻ ബട്ട്ലർ മികച്ച നടനും കെയ്റ്റ് ബ്ലാഞ്ചറ്റ് മികച്ച നടിയുമായി. അപ്പോൾ ബാഫ്റ്റ പുരസ്കാരം ബ്രിട്ടീഷ് അക്കാഡമി കൊടുക്കുന്നതാണ്. ബാഫ്റ്റ പുരസ്കാരം എഡ്വേർഡ് ബർജർ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ടിനാണ് മികച്ച ചിത്രം. അതുപോലെ തന്നെ ഓസ്റ്റിൻ ബട്ട്ലർ മികച്ച നടനും കെയ്റ്റ് ബ്ലാഞ്ചറ്റ് മികച്ച നടിയുമായി. ഓക്കെ. RRR മികച്ച വിദേശ ചിത്രത്തിന് ഉൾപ്പെടെ ഹോളിവുഡ് ക്രിട്ടിക്സ് അസോസിയേഷന്റെ 4 പുരസ്കാരങ്ങൾ തെലുങ്ക് ചിത്രം RRR സ്വന്തമാക്കി. SS രാജമൗലിയുടെ സംവിധാനത്തിൽ NTR ജൂനിയർ, രാം ചരൺ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച RRR 1200 കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രമാണ്. അപ്പോൾ RRRന് എന്തൊക്കെ അവാർഡാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതൊക്കെ ആലോചിച്ച് വയ്ക്കുക. ഇന്ത്യൻ ഓസ്കർ തെലുങ്ക് സിനിമയായ RRRലെ നാട്ട് നാട്ട് എന്ന ഗാനത്തിന് മികച്ച ഗാനത്തിനുള്ള ഓസ്കർ പുരസ്കാരം ലഭിച്ചു. സംഗീത സംവിധായകൻ N കീരവാണിയും ഗാനരചയിതാവ് ചന്ദ്രബോസും പുരസ്കാരം ഏറ്റുവാങ്ങി. ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിനുള്ള ഓസ്കർ പുരസ്കാരം കാർത്തികി ഗോൺസാൽവദോസിന്റെ ദ എലിഫന്റ് വിസ്പേഴ്സ് നേടി. ദ എലിഫന്റ് വിസ്പേഴ്സ് ഷോർട്ട് ഫിലിമാണ് കേട്ടോ. ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആർക്കായിരുന്നു? ദ എലിഫന്റ് വിസ്പേഴ്സിനാണ്. ആരാണ് അതിൻ്റെ? ഗോൺസാൽവസ് കേട്ടോ. അപ്പോൾ കാർത്തികി ഗോൺസാൽവസിൻ്റെ ദി എലിഫന്റ് വിസ്പേഴ്സ് നേടി ഇന്ത്യൻ ഓസ്കാർ. 95ാമത് അക്കാഡമി പുരസ്കാര നിശയിൽ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് മികച്ച സിനിമയ്ക്കുൾപ്പെടെ 7 മുഖ്യ പുരസ്കാരങ്ങൾ നേടി. ബ്രണ്ടൻ ഫ്രേസർ മികച്ച നടനും മിഷേൽ യോ മികച്ച നടിയുമായി. ഡാനിയൽ ക്വാൻ, ഡാനിയൽ ഷൈനട്ട് എന്നിവർക്കാണ് മികച്ച സംവിധാനം, മികച്ച തിരക്കഥ എന്നിവയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 95ാമത് അക്കാഡമി പുരസ്കാര നിശയിൽ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് മികച്ച സിനിമയ്ക്കുള്ള 7 പുരസ്കാരങ്ങളാണ് നേടിയത്. അടുത്താണ് ശ്യാമപ്രസാദ്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആർക്കാണ്? സംവിധായകനും എഴുത്തുകാരനുമായ ശ്യാമപ്രസാദിനെ തിരഞ്ഞെടുത്തു. മലയാള TV രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് ശ്യാമപ്രസാദിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആർക്കാണ്? ശ്യാമപ്രസാദിനാണ്. അപ്പോൾ RRRന്റെ ഓസ്കാറിലെ സാന്നിധ്യം പഠിക്കണം. അതുപോലെ തന്നെ 95ാമത് അക്കാദമി പുരസ്കാര നിശയിൽ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് മികച്ച സിനിമ ഉൾപ്പെടെയുള്ള 7 പുരസ്കാരങ്ങളാണ് നേടിയത്. അടുത്ത സ്വരാജ് ട്രോഫി സംസ്ഥാനത്തെ മികച്ച കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സ്വരാജ് ട്രോഫി തിരുവനന്തപുരം കോർപ്പറേഷൻ കരസ്ഥമാക്കി. അപ്പോൾ സ്വരാജ് ട്രോഫി ഏത് കോർപ്പറേഷനാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ കൊല്ലത്തിനും കണ്ണൂരിനുമാണ് 1ാം സ്ഥാനം. കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് കൊല്ലം കണ്ണൂരിനാണ് 1ാം സ്ഥാനം. ഗ്രാമപഞ്ചായത്തുകളിൽ മുളന്തുരുത്തി എറണാകുളം, ബ്ലോക്ക് പഞ്ചായത്തിൽ പെരുമ്പടപ്പ് മലപ്പുറം, നഗരസഭകളിൽ തിരൂരങ്ങാടി മലപ്പുറമാണ് 1ാം സ്ഥാനം. അപ്പോൾ 1ാം സ്ഥാനം പഠിച്ചു വയ്ക്കുക. സ്വരാജ് ട്രോഫിയിൽ കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്താണെങ്കിൽ കൊല്ലത്തിനും കണ്ണൂരിനും, ഗ്രാമപഞ്ചായത്താണെങ്കിൽ മുളന്തുരുത്തി എറണാകുളം, ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ പെരുമ്പടപ്പും മലപ്പുറം,
നഗരങ്ങളിലാണെങ്കിൽ നഗരസഭകളിലാണെങ്കിൽ തിരൂരങ്ങാടി, മലപ്പുറം. വനിതാരത്ന, കേരള സർക്കാർ വനിതാരത്ന പുരസ്കാരങ്ങൾ KC ലേഖ, നിലമ്പൂർ അലീഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവർക്ക് സമ്മാനിച്ചു. 1,00,000 രൂപയാണ് പുരസ്കാരം. വനിതാരത്ന പുരസ്കാരം ആർക്കൊക്കെയാണ്? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവർക്കാണ് കിട്ടിയത്. യൂത്ത് ഐക്കൺ, സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ നടൻ ആസിഫ് അലി, ഹോക്കി താരം PR ശ്രീജേഷ്, MK ഷബീദ സാഹിത്യം, SP സുജിത്ത് കൃഷി, ആതിര ഫിറോസ് സംരംഭക, ഗാന്ധിയൻ സാരഥി അമൽരാജ് എന്നിവർക്ക് ലഭിച്ചു. അപ്പോൾ ആസിഫ് അലി, അതുപോലെ തന്നെ ഹോക്കി താരം PR ശ്രീജേഷ്, ഷബിത സാഹിത്യത്തിന്, സുജിത്ത് കൃഷിക്ക്, ആതിര ഫിറോസ് സംരംഭകയായിട്ട് അങ്ങനെ ഗാന്ധിയൻ പുരസ്കാരങ്ങൾ യൂത്ത് ഐക്കൺ ലഭിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സ് രംഗത്തെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസിന് ഇന്ത്യൻ വംശജനായ CR റാവുവിനെ തെരഞ്ഞെടുത്തു. 102-ാം വയസ്സിലാണ് കലയംപുടി രാധാകൃഷ്ണ റാവു എന്ന CR റാവുവിന് പുരസ്കാര ലബ്ധി. 65 ലക്ഷം രൂപ, 65.61 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോബൽ ആർക്കാണ്? നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് രംഗത്തെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്റർനാഷണൽ പ്രൈസിന് ഇന്ത്യൻ വംശജനായ CR റാവു 102-ാമത്തെ വയസ്സിലാണ് കേട്ടോ അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. സമ്മാനത്തുക 65.61 ലക്ഷം രൂപ. തകഴി പുരസ്കാരം, സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി പുരസ്കാരം ഏർപ്പെടുത്തിയ തകഴി പുരസ്കാര സാഹിത്യകാരൻ M മുകുന്ദൻ അർഹനായി. 50,000 രൂപയാണ് സമ്മാനത്തുക. M മുകുന്ദനാണ് തകഴി പുരസ്കാരം ലഭിച്ചത്. തകഴി പുരസ്കാരം M മുകുന്ദൻ. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നോബൽ ആർക്കാണ്? CR റാവുവിനാണ്. അതുപോലെ തന്നെ സ്വരാജ് ട്രോഫിയിലെ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, ജില്ലയാണെങ്കിൽ കണ്ണൂരും കൊല്ലവും, ഒന്നാം സ്ഥാനം ഗ്രാമപഞ്ചായത്തുകൾക്ക് മുളന്തുരുത്തിയും, ബ്ലോക്ക് പഞ്ചായത്തുകളിലാണെങ്കിൽ പെരുമ്പടപ്പും, നഗരസഭകളിലാണെങ്കിൽ തിരൂരങ്ങാടി, മലപ്പുറമാണ് നേടിയത്. ലോറസ് പുരസ്കാരം, നമ്മൾ ഫുട്ബോളിൻ്റെ ഏകദേശം എല്ലാം ആർക്ക് തന്നെയാണ്? ലയണൽ മെസ്സിക്ക് തന്നെയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. കായിക രംഗത്തെ മികവിനുള്ള വിഖ്യാത ലോറസ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ലയണൽ മെസ്സി തന്നെയാണ്. പുളിറ്റ്സർ പുരസ്കാരം, ബുക്കർ ഇന്റർനാഷണൽ, ഗ്വാർഗി ഗോസ്പോഡിനോവ് എഴുതിയ നോവൽ ടൈം ഷെൽട്ടർ ബുക്ക് ഇന്റർനാഷണൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ബൾഗേറിയൻ ഭാഷയിലെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഏഞ്ചല റോഡലാണ്. ഓക്കെ, അപ്പോൾ ഗ്യോർഗി ഗോസ്പോഡിനോവ് എഴുതിയ നോവൽ ടൈം ഷെൽട്ടർ ആണ് ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരത്തിന് അർഹമായത് എന്ന് പഠിച്ചു വയ്ക്കുക. പുളിറ്റ്സർ പുരസ്കാരം, ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് റിപ്പോർട്ടിങ്ങിന് ദ അസോസിയേറ്റഡ് പ്രസ്സിനും ന്യൂയോർക്ക് ടൈംസിലെ പുളിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിന്, യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ റിപ്പോർട്ടിങ്ങിന് ദ അസോസിയേറ്റഡ് പ്രസ്സിനും ന്യൂയോർക്ക് ടൈംസിനുമാണ് പുളിറ്റ്സർ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, നാഷണൽ റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ കരോൾച്ചി കിച്ച്നർ പുരസ്കാരം നേടി. അന്വേഷണാത്മക വാർത്തകൾക്കുള്ള പുരസ്കാരം ദ വോൾ സ്ട്രീറ്റ് ജേർണലും ബ്രേക്കിംഗ് ന്യൂസ് പുരസ്കാരം ലോസ് ആഞ്ചലസ് ടൈംസും നേടി. ഓക്കെ, പുളിറ്റ്സർ പുരസ്കാരവും പഠിച്ചു വയ്ക്കുക. GV രാജ പുരസ്കാരം, കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ മികച്ച പുരസ്കാരം. പുരുഷ വനിതാ താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരങ്ങൾ 3 ലക്ഷം രൂപ വീതമാണ്. ലോങ് ജംപ് താരം M ശ്രീശങ്കറും ബാഡ്മിൻ്റൺ താരം അപർണ ബാലനും അർഹരായി. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക അവാർഡ് 2 ലക്ഷം TK ചാത്തനുണ്ണിക്കാണ്. അപ്പോൾ GV രാജ പുരസ്കാരം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ മികച്ച വനിതാ അതുപോലെ തന്നെ പുരുഷ താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരങ്ങൾ 3 ലക്ഷമാണ് സമ്മാനത്തുക. ലോങ് ജംപ് താരം M ശ്രീശങ്കറും ബാഡ്മിൻ്റൺ താരം അപർണ ബാലനും അർഹരായി. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ളത് TK ചാത്തനുണ്ണിക്കാണ് ലഭിച്ചത്. അപ്പോൾ ലോറസ് പുരസ്കാരം മെസ്സിക്ക്, ബുക്കർ ഇന്റർനാഷണൽ ടൈം ഷെൽട്ടറിന്, അതുപോലെ തന്നെ പുളിറ്റ്സർ പുരസ്കാരം അതായത് റഷ്യൻ യുദ്ധത്തെ റിപ്പോർട്ട് ചെയ്തവർക്കാണ് അത് കിട്ടിയത്. GV രാജ പുരസ്കാരവും പഠിച്ചു വയ്ക്കുക. UN പുരസ്കാരം,
ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിലുള്ള അവാർഡ് ഇറാനിൽ തടവിലാക്കപ്പെട്ട വനിതാ മാധ്യമ പ്രവർത്തകയായ നിലോഫർ ഹമദി, ഇലാഹി മുഹമ്മദി, നർഗീസ് മുഹമ്മദി എന്നിവർക്ക് ലഭിച്ചു. ഓക്കെ, അടുത്തതാണ് സുറിനാം ബഹുമതി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുറിനാം ബഹുമതി. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സുറിനാമിലെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ചു. സുറിനാം പ്രസിഡന്റ് ചന്ദ്രിക പെർസാദ് സന്തോക്കിയാണ് മുർമുവിന് ബഹുമതി. അപ്പോൾ സുറിനാം ബഹുമതി, സുറിനാമിൻ്റെ സിവിലിയൻ ബഹുമതി ആർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ്. അപ്പോൾ സുറിനാം ബഹുമതി ആർക്കാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ്. ഓർഡർ ഓഫ് ദ നൈൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈജിപ്തിലെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് നൈൽ സമ്മാനിച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസിയാണ് മോദിക്ക് ഇത് സമ്മാനിച്ചത്. അപ്പോൾ പ്രസിഡന്റിനെയും പഠിക്കണം, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആരാണെന്ന് പഠിക്കണം, അബ്ദൽ ഫത്താഹ് അൽ സിസിയും. അതുപോലെ തന്നെ ഓർഡർ ഓഫ് ദി നൈൽ ആർക്കാണ് കിട്ടിയത്? പരമോന്നത ബഹുമതി, ഈജിപ്ത് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ഈ അവാർഡ് കിട്ടിയത് ആർക്കാണ്? നരേന്ദ്ര മോദിക്കാണ്. ഗവർണർ ഓഫ് ദി ഇയർ, RBI ഗവർണർ ശക്തികാന്ത ദാസിന് ഗവർണർ ഓഫ് ദി ഇയർ പുരസ്കാരം. അപ്പോൾ RBI ഗവർണറായ ശക്തികാന്ത ദാസിനാണ് ഗവർണർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ആഗോള ബാങ്കിംഗ് നിരീക്ഷക സംഘടനയായ സെൻട്രൽ ബാങ്കിംഗ് ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. അപ്പോൾ സുറിനാം ബഹുമതി ദ്രൗപദി മുർമുവിന്, ഓർഡർ ഓഫ് ദി നൈൽ ഈജിപ്ഷ്യൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. അബ്ദൽ ഫത്താഹ് അൽ സിസിയാണ് ഇത് മോദിക്ക് സമ്മാനിച്ചത്. ഗവർണർ ഓഫ് ദി ഇയർ നമ്മുടെ ശക്തികാന്ത ദാസ് ആണ്. യൂറോപ്യൻ എസ്സേ പ്രസ്, അരുന്ധതി റോയുടെ ലേഖന സമാഹാരം ആസാദി 45ാമത് യൂറോപ്യൻ എസ്സേ പ്രസ് സ്വിസ് ഫ്രാങ്ക് ഏകദേശം 18 ലക്ഷം രൂപ സ്വന്തമാക്കി. പുസ്തകത്തിൻ്റെ ഫ്രഞ്ച് പരിഭാഷയ്ക്കാണ് അംഗീകാരം. അപ്പോൾ യൂറോപ്യൻ എസ്സേ പ്രസ് അരുന്ധതി റോയുടെ ലേഖന സമാഹാരം ആസാദി 45ാമത് യൂറോപ്യൻ എസ്സേ പ്രസ് പുരസ്കാരം നേടി. ജർമ്മൻ പുരസ്കാരം, ലോകം ശ്രദ്ധിച്ച സാഹിത്യ സൃഷ്ടാക്കൾക്കും ധീരമായ അതിജീവനത്തിനും ആധാരമായി ജർമ്മൻ ബുക്ക് ട്രേഡിൻ്റെ സമാധാന പുരസ്കാരത്തിന് ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് US എഴുത്തുകാരൻ സൽമാൻ റുഷീദിയെ തിരഞ്ഞെടുത്തു. അപ്പോൾ ജർമ്മൻ പുരസ്കാരം ആർക്കാണ്? സൽമാൻ റുഷീദിക്കാണ് ജർമ്മൻ പുരസ്കാരം. ഗാന്ധി സമാധാന പുരസ്കാരം, ഹിന്ദു പുരാണ പുസ്തക പ്രസാധക രംഗത്തെ പ്രമുഖനായ ഗോരഖ്പൂരിലെ ഗീതാ പ്രസ്സിന് ഗാന്ധി സമാധാന പുരസ്കാരം. 100 വർഷത്തെ പിന്നിടുന്ന ഗീതാ പ്രസ് മലയാളം ഉൾപ്പെടെ 14 ഭാഷകളിലായി 41.7 കോടി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ 16.21 കോടിയും ഭഗവത്ഗീതയാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധി സമാധാന പുരസ്കാരം ഹിന്ദു പുരാണക പുസ്തക പ്രസാധന രംഗത്തെ പ്രമുഖ ഗോരഖ്പൂരിലെ ഗീതാ പ്രസ്സിനാണ് കേട്ടോ. അപ്പോൾ ഗീതാ പ്രസ്സിനാണ് ഗാന്ധി സമാധാന പുരസ്കാരം. യൂറോപ്യൻ എസ്സേ പ്രസിൻ്റെ പ്രൈസ് ആർക്കാണ്? അരുന്ധതി റോയുടെ ലേഖന സമാഹാരം ആസാദി 45ാമത് യൂറോപ്യൻ എസ്സേ പ്രസ് പുരസ്കാരം ലഭിച്ചു. ജർമ്മൻ പുരസ്കാരമാണെങ്കിൽ സൽമാൻ റുഷീദി, ഗാന്ധി സമാധാന പുരസ്കാരമാണെങ്കിൽ ഗീതാ പ്രസ്സിന്. ഓക്കെ, സ്പോർട്സ് ഓഫ് ദി ഇയർ പുരസ്കാരം, കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ബാഡ്മിൻ്റൺ താരം HS പ്രണോയ്ക്ക് ലഭിച്ചു. അഭിലാഷ് ടോമിക്ക് പ്രത്യേക പുരസ്കാരം നൽകി. സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ HS പ്രണോയ്. അപ്പോൾ 5 ലക്ഷം രൂപയാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആരാണ്? HS പ്രണോയ് ആണ്. അഭിലാഷ് ടോമിക്ക് പ്രത്യേക പുരസ്കാരം നൽകി. അപ്പോൾ ബാഡ്മിൻ്റൺ താരമാണ് HS പ്രണോയ്, അദ്ദേഹത്തിനാണ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം പ്രിയ ASൻ്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ പ്രിയ ASന്. അപ്പോൾ ബാല സാഹിത്യ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം പ്രിയ ASൻ്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവലിന് ലഭിച്ചു. കവി ഗണേഷ് പുത്തൂരിനാണ് യുവ പുരസ്കാരം. ഇംഗ്ലീഷിൽ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് പേരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന പുസ്തകത്തിനാണ് അവാർഡ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യത്തിന് പ്രിയ, പെരുമഴയത്തെ കുഞ്ഞിതളുകൾ, അതുപോലെ തന്നെ യുവ പുരസ്കാരം കവി ഗണേഷ് പുത്തൂരിന്. ഭാഷാ സമ്മാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2021 ഭാഷാ സമ്മാൻ പുരസ്കാരം തെലുങ്ക് എഴുത്തുകാരൻ പ്രൊഫസർ ബേതവോലു രാമ ബ്രഹ്മത്തിന് ലഭിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. അപ്പോൾ
കേന്ദ്ര സാഹിത്യ അക്കാദമി പഠിക്കണം. അതുപോലെ തന്നെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ HS പ്രണോയ്ക്കാണെന്ന് പഠിക്കണം. വിശിഷ്ട അംഗത്വം. ഗ്രന്ഥകാരനും സാഹിത്യ നിരൂപകനുമായ MM ബഷീറിന് കഥാകൃത്ത് N പ്രഭാകരനും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വത്തിന് 50,000 രൂപയ്ക്ക് അർഹനായി. ലീജിയൻ ഓഫ് ഓണർ. ഫ്രഞ്ച് ദേശീയ ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി സമ്മാനിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയാണ് മോദിക്ക് ഈ ബഹുമതി സമ്മാനിച്ചത്. അപ്പോൾ ലീജിയൻ ഓഫ് ഓണർ ഫ്രഞ്ച് സർക്കാർ കൊടുക്കുന്നതാണ്, നരേന്ദ്രമോദിക്കാണ് കിട്ടിയത്. അതേപോലെ തന്നെ ഓണർ ഓഫ് നൈൽ അല്ലേ, അപ്പോൾ ഈ 2 പുരസ്കാരങ്ങളും നരേന്ദ്രമോദിയുടെ പേരിൽ പഠിക്കുക. ഏനി അവാർഡ്. ഊർജ്ജ മേഖലയിൽ പ്രശസ്തമായ ഏനി അവാർഡ് മദ്രാസ് IIT പ്രൊഫസർ പ്രദീപ് തലാപ്പിൽ അർഹനായി. ഓക്കെ, അപ്പോൾ ഏനി അവാർഡ് ഊർജ്ജ മേഖലയിൽ പ്രശസ്തമായിട്ട് കൊടുക്കുന്നതാണ്. IIT പ്രൊഫസർ പ്രദീപ് തലാപ്പിലാണ് അർഹനായത്. മുതാസ് ഇസ ബർഷിം. മുതാസ് ഇസ ബർഷിം ഏഷ്യയിലെ ഏറ്റവും മികച്ച പുരുഷ കായിക താരമായി 2ാം തവണയും ഖത്തറിൻ്റെ മുതാസ് ഇസ ബർഷിമിനെ തിരഞ്ഞെടുത്തു. ഒളിമ്പിക്സ് ലോക ഹൈജംപ് ചാമ്പ്യനാണ് മുതാസ് ഇസ് ബർഷിം. ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് അസോസിയേഷൻ്റെ 50ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് പുരസ്കാര വിതരണം. മുതാസ് ഇസ ബർഷിം ആരാണ്? ഏഷ്യയിലെ ഏറ്റവും മികച്ച പുരുഷ കായിക താരമായി 2ാം തവണയും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. AIFF പുരസ്കാരം. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വനിതാ എമർജിംഗ് പ്ലെയർ പുരസ്കാരത്തിന് ഷിൽജി ഷാജിയെയും മികച്ച വനിതാ പരിശീലകയായി PV പ്രിയയെയും തിരഞ്ഞെടുത്തു. ലാലിയൻസ്വാല ചാങ്തെ മികച്ച പുരുഷ താരവും മനീഷ് കല്യാൺ മികച്ച വനിതാ താരവുമായി. അപ്പോൾ AIFF പുരസ്കാരം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വനിതാ എമർജിംഗ് പ്ലെയർ പുരസ്കാരത്തിന് ഷിൽജി ഷാജിയെയും മികച്ച വനിതാ പരിശീലകയായി PV പ്രിയയെയും തിരഞ്ഞെടുത്തു. ലാലിയൻസ്വാല ചാങ്തെ മികച്ച പുരുഷ താരവും മനീഷ് കല്യാൺ മികച്ച വനിതാ താരവുമായി. അടുത്താണ് നമ്മുടെ നോബൽ. വളരെ പ്രധാനപ്പെട്ടതാണ് നോബൽ. അപ്പോൾ വൈദ്യശാസ്ത്ര നോബൽ. കോവിഡിനെതിരായ mRNA വാക്സിൻ വികസിപ്പിച്ചതിനുള്ള സാങ്കേതികവിദ്യ കണ്ടെത്തിയ ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കും ഡോക്ടർ ഡ്രൂ വൈസ്മനും വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കോവിഡിനെതിരായിട്ടുള്ള വാക്സിൻ വികസിപ്പിച്ചതിനാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് ചോദിച്ചു വെച്ചാൽ കാറ്റലിൻ കാരിക്കോ കോവിഡ് കാറ്റലിൻ കാരിക്കോയും അതുപോലെ തന്നെ ഡ്രൂ വൈസ്മാനും വൈദ്യശാസ്ത്രത്തിന് നോബൽ ലഭിച്ചു. രസതന്ത്രമാണെങ്കിൽ നാനോ ടെക്നോളജിയിൽ. അപ്പോൾ എന്തിനാണ് കിട്ടിയതെന്നും പഠിക്കണം, ആർക്കാണ് കിട്ടിയതെന്നും പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രം നമുക്ക് ചിലപ്പോൾ എക്സാമിന് എന്തിന് കിട്ടി, അതായത് രസതന്ത്രത്തിൽ എന്തിൻ്റെ മികവിന് കിട്ടിയെന്ന് ചോദിക്കാം, അതുപോലെ ആർക്ക് കിട്ടിയെന്ന് ചോദിക്കാം. അപ്പോൾ 2 രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് കാരണമായ മൗഗി ബാവെൻഡി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ് എന്നീ ശാസ്ത്രജ്ഞർ രസതന്ത്രത്തിന് പുരസ്കാരം നേടി. എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ പേരുകൾ കിട്ടില്ല. സാഹിത്യ നോബലിനാണെങ്കിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റുമായ യോൻ ഫോസയ്ക്ക് ലഭിച്ചു. നോർവീജിയനിലെ ന്യൂ നോർവീജിയൻ എന്നറിയപ്പെടുന്ന ഭാഷയിലാണ് സൃഷ്ടികൾ. ഓക്കെ, അപ്പോൾ സാഹിത്യ നോബൽ. അതുപോലെ തന്നെ സമാധാന നോബൽ. ഇറാനിൽ സ്ത്രീകളുടെ അവകാശ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും ഭരണകൂടം ജയിലിലടച്ച നർഗീസ് മുഹമ്മദി സമാധാന നോബലിന് അർഹനായി. ഓക്കെ, നർഗീസ് മുഹമ്മദിക്കാണ് സമാധാന നോബൽ. ഓക്കെ, സമാധാന നോബൽ നേടുന്ന 2ാമത്തെ ഇറാനിയൻ വനിതയാണ് അവർ. ഫിസിക്സിന് എന്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ആൻ ലൂലിയൻ സ്വീഡനിലെ, പിയർ അഗസ്റ്റീനി US-ലെ, ഫെഡറിക് റോസ് ജർമ്മനി എന്നിവർക്കാണ് ഫിസിക്സിലെ നോബൽ പുരസ്കാരം. പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ സൃഷ്ടിച്ചതിനാണ് പുരസ്കാരം. സാമ്പത്തിക നോവലാണെങ്കിൽ ഹാർവർഡ് സർവകലാശാല പ്രൊഫസർ ക്ലോഡിയ ഗോൾഡിൻ സാമ്പത്തിക നോബൽ പുരസ്കാരം സ്വന്തമാക്കി. ഗോൾഡ് ഒരു സാമ്പത്തിക ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ, അപ്പോൾ ഗോൾഡ് എന്നാലോചിച്ച് വയ്ക്കുക. പുരസ്കാരം സ്വന്തമാക്കി. തൊഴിലിടങ്ങളിലെ വനിതാ പ്രാതിനിധ്യത്തെയും ജെൻഡർ അസന്തുലിതാവസ്ഥയെയും പറ്റിയുള്ള പഠനത്തിനാണ് പുരസ്കാരം. അപ്പോൾ നോബൽ എഴുതി തന്നെ പഠിച്ചു വയ്ക്കുക. എന്തിന് കിട്ടി എന്നും പഠിക്കണം, അതുപോലെ തന്നെ
രസതന്ത്രത്തിനാണെങ്കിൽ ഏത് മേഖലയിൽ കഴിവ് തെളിയിച്ചതിന് കിട്ടി, ആർക്കൊക്കെ കിട്ടി. അതേപോലെ തന്നെ ഫിസിക്സിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ സാഹിത്യമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഓരോരുത്തരുടെ പേരെ പഠിക്കാനുള്ളൂ അല്ലേ. അപ്പോൾ അത് എന്തിനു വേണ്ടി കിട്ടി, ആർക്ക് കിട്ടി എന്നും കൂടെ പഠിച്ചു വയ്ക്കുക. ലോകമാന്യ തിലക്, ബാലഗംഗാധർ തിലക് അല്ലെ, ബാലഗംഗാധർ തിലകിൻ്റെയാണ് ലോകമാന്യ തിലക് എന്നറിയപ്പെടുന്നത്. സ്മരണാർത്ഥം ലോകമാന്യ തിലക് പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തു. ലോകമാന്യ തിലകിൻ്റെ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് പുരസ്കാരം കൊടുക്കുന്നത്. ഓക്കെ, 1,00,000 രൂപയാണ് പുരസ്കാരം. JC ഡാനിയൽ, ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ TV ചന്ദ്രൻ അർഹനായി. JC ഡാനിയൽ പുരസ്കാരം TV ചന്ദ്രന്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2022 മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൽപകൽ നേരത്ത് മയക്കം തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, സംവിധായകൻ മഹേഷ് നാരായൺ. അറിയിപ്പ്: മമ്മൂട്ടി മികച്ച നടൻ, വിൻസി അലോഷ്യസ് മികച്ച നടിയുമായി. നാൻ താൻ കേസുകൊട് ജനപ്രീതി ചിത്രമായി. ഷാഹി കബീറാണ് ഇലവിഴ പൂഞ്ചിറ നവാഗത സംവിധായകൻ. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച ചിത്രം നാൽപ്പകൽ നേരത്ത് മയക്കം, മികച്ച സംവിധായകൻ മഹേഷ് നാരായൺ അറിയിപ്പ്, മമ്മൂട്ടി മികച്ച നടൻ, വിൻസി അലോഷ്യസ് മികച്ച നടിയായി. നാന്താം കേസുകൊട് ജനപ്രീതിയുള്ള ചിത്രം, ഷാഹി കബീർ ഇലവിഴ പൂഞ്ചിറ നവാഗത സംവിധായകൻ. കൈരളി പുരസ്കാരം കേരള സർക്കാരിൻ്റെ 2021 നോട്ട് ചെയ്യണം. 2021 കൈരളി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം എഴുത്തുകാരിയും നിരൂപകയുമായ ഡോക്ടർ M ലീലാവതിക്ക് സമ്മാനിച്ചു. മാനവിക വിഷയമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ്. അപ്പോൾ കൈരളി പുരസ്കാരം 2021 എന്ന് ആലോചിച്ച് വയ്ക്കണം. ആർക്കാണ്? ഡോക്ടർ M ലീലാവതി. ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ, ഗ്രീസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. അപ്പോൾ വെളിയിൽ നിന്നുള്ള എല്ലാ പുരസ്കാരങ്ങളും എന്ത് ചെയ്യുക? നരേന്ദ്രമോദിയുടെ പേരിൽ ആലോചിച്ച് വയ്ക്കുക. മാഗ്സസൈ പുരസ്കാരം അസാമിലെ കാസർ ചികിത്സാ കേന്ദ്രം ഡയറക്ടറും തമിഴ്നാട് സ്വദേശിയുമായ ഡോക്ടർ രവി കണ്ണൻ, ഫിലിപ്പൈൻസിലെ പൗരാവകാശ പ്രവർത്തകർ മറിയം കൊറോണൽ ഫെറർ, ബംഗ്ലാദേശിലെ വിദ്യാഭ്യാസ പ്രവർത്തകർ കോർവി രക്ഷാനന്ദ്, കിഴക്കൻ തിമൂറിലെ പരിസ്ഥിതി പ്രവർത്തകർ ഉഗേനിയ ലൈമോസ് എന്നിവർ മാഗ്സസൈ പുരസ്കാരത്തിന് അർഹയായി. അപ്പോൾ മാഗ്സസൈ പുരസ്കാരം ഈ 4 പേരുടെ പേരും ഓർത്തു വയ്ക്കുക. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുനാണ് അല്ലേ, അത് നമുക്കറിയാം. അല്ലു അർജുൻ മികച്ച നടനായി. ആലിയ ഭട്ട് ഗഗുബായി കത്തിയവാടയിൽ ആലിയ ഭട്ടിനാണ് മികച്ച നടി. അതുപോലെ തന്നെ കൃതി സനൻ, മിമി എന്നിവർ മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. മറാഠി ചിത്രം ഗോദാവരി ദ ഹോളി വാട്ടർ സംവിധാനം ചെയ്ത നിഖിൽ മഹാജനാണ് മികച്ച സംവിധായകൻ. റോക്കട്രി ദ നമ്പി എഫക്റ്റാണ് മികച്ച സിനിമ. മികച്ച മലയാളം സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹോമിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് പ്രത്യേക പരാമർശം ലഭിച്ചു. അപ്പോൾ 2021 ദേശീയ ചലച്ചിത്ര പുരസ്കാരം അല്ലു അർജുൻ മികച്ച നടൻ, അതുപോലെ തന്നെ ആലിയ ഭട്ടും അതുപോലെ തന്നെ കൃതി സനനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. മറാഠി ചിത്രം ഗോദാവരി സംവിധാനം ചെയ്ത നിഖിൽ മഹാജനാണ് മികച്ച സംവിധായകൻ. റോക്കട്രി ദ നമ്പി എഫക്റ്റ്, മാധവൻ്റെ സിനിമയായ റോക്കട്രി ദ നമ്പി എഫക്റ്റ് ആണ് മികച്ച സിനിമ. മികച്ച മലയാളം സിനിമ ഹോം തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ ഇന്ദ്രൻസിന് പ്രത്യേക പരാമർശവും നൽകി. FSBI മെഡൽ കേരള ഫിഷറീസ് സമുദ്രശാസ്ത്ര പഠന സർവകലാശാല കുഫോസ് അധ്യാപകർ ഡോക്ടർ രാജീവ് രാഘവൻ UK ഫിഷറീസ് സൊസൈറ്റി ഓഫ് ദി ബ്രിട്ടീഷ് ഐലൻഡ്സ് പുരസ്കാരത്തിന് അർഹനായി. യുവശാസ്ത്രജ്ഞനുള്ള FSBI മെഡലിന് അർഹനാവുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഡോക്ടർ രാജീവ്. ബോർലോങ് ഭക്ഷ്യ സമ്മാനം നോർമൻ ബോർലോങ്ങിൻ്റെ പേരിൽ കൊടുക്കുന്നതാണ്. കാർഷിക മേഖലയിലെ ഗവേഷണത്തിന് നോർമൻ ബോർലോങ്, അദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അല്ലെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ സ്വാമിനാഥനാണ്, MS സ്വാമിനാഥനാണ്. നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം ഭക്ഷ്യ സമ്മാനത്തിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞ ഡോക്ടർ സ്വാതി നായിക് അർഹയായി. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷനാണ് $2.5 ലക്ഷം സമ്മാനത്തുക. ഭട്നാഗർ പുരസ്കാരം
2022 മികച്ച ശാസ്ത്ര ഗവേഷണത്തിനുള്ള CSIRന്റെ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം 5 ലക്ഷം രൂപ മലയാളിയായ ഡോക്ടർ AT ബിജു ഉൾപ്പെടെ 12 പേര് അർഹരായി. ഓക്കെ, ഭട്നാഗർ പുരസ്കാരം. ടൂറിസം ഗ്രാമം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമമായി ബംഗാൾ മുർഷിദാബാദ് ജില്ലയിലെ കിരിതേശ്വര ഗ്രാമം തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ കിരിതേശ്വര കേട്ടോ, ബംഗാൾ മുർഷിദാബാദ് ടൂറിസം ഗ്രാമമായിട്ട് ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ കിരിതേശ്വരി ഗ്രാമം തിരഞ്ഞെടുക്കപ്പെട്ടു. ശക്തി പീഠങ്ങളിലൊന്നായ കിരിതേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണിത്. ദേശീയ പുരസ്കാരം. സസ്യജനിതക സംരക്ഷണത്തിനുള്ള ദേശീയ പുരസ്കാരം മണിതൂക്കി ആവാസി ഊരിലെ പരപ്പിയമ്മ അർഹയായി. ഓക്കെ, അപ്പോൾ ദേശീയ പുരസ്കാരത്തിന് ആരാണ്? മണിതൂക്കി ആദിവാസി ഊരിലെ പരപ്പിയമ്മയാണ് അർഹയായത്. 1.5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മക്കൾ വളർത്തി കുന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഫാൽക്കെ പുരസ്കാരം രാജ്യാന്തര പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് അല്ലേ ഫാൽക്കെ പുരസ്കാരം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടി വഹീദ റഹ്മാൻ അർഹയായി. വഹീദ റഹ്മാൻ പഠിച്ചു വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വഹീദ റഹ്മാൻ നമുക്ക് എപ്പോഴും ചോദിക്കാം അല്ലേ ഫാൽക്കെ പുരസ്കാരം. വഹീദ റഹ്മാൻ 1971 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ വഹീദ 2011 പത്മഭൂഷൺ ജേതാവ് കൂടെയാണ്. അപ്പോൾ വഹീദ റഹ്മാനാണ് ഫാൽക്കെ പുരസ്കാരം. സെപ്റ്റിമിയസ് പുരസ്കാരം. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നടന്ന സെപ്റ്റിമിയസ് അവാർഡ് മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം മലയാളി നടൻ ടോവിനോ തോമസ്. അപ്പോൾ സെപ്റ്റിമിയസ് പുരസ്കാരം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ വെച്ചിട്ടാണ് ഈ പുരസ്കാരം കൊടുത്തത്. 2018 എന്നുള്ള ചിത്രത്തിന് ടോവിനോ തോമസിനാണ് കിട്ടിയത്. ടൂറിസം ഗോൾഡ് മെഡൽ. ടൂറിസം ഗോൾഡ് മെഡൽ രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഗോൾഡൻ മെഡലിന് ഇടുക്കി ജില്ലയിലെ കാന്തലൂർ പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. കാശ്മീരിലെ ഡാവർ, ഉത്തരാഖണ്ഡിലെ സർമോളി, മിസോറാമിലെ റജേക്ക്, മധ്യപ്രദേശിലെ മത്സ്ല എന്നീ ഗ്രാമങ്ങളാണ് കാന്തലൂരിൻ്റെ സ്വർണ്ണ നേട്ടം. ഓക്കെ, ഒപ്പമാണ് ഈ ഇടുക്കിയിലെ കാന്തലൂരിനും എന്ത് കിട്ടിയത്? ടൂറിസം ഗോൾഡ് മെഡൽ ലഭിച്ചത്. വയോസേവന പുരസ്കാരം. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വയോസേവന ആജീവനാന്ത പുരസ്കാരൻ ആർക്കാണ്? നമ്മുടെ നടൻ മധുവും കർഷകർ ചെറുവയൽ കെ രാമനും അർഹനായി. 1 ലക്ഷം രൂപ വീതമാണ് അവാർഡ്. അപ്പോൾ വയോസേവന പുരസ്കാരം 2 പേർക്കാണ്, മധുവും അതുപോലെ തന്നെ ചെറുവയൽ കെ രാമനും. ബാലൻ ഡിയോർ ഐറ്റാന ബോൺമറ്റി. ബാലൻ ഡിയോറിൻ്റെ പുരുഷനാണെങ്കിൽ ലയണൽ മെസ്സി. മികച്ച ഫുട്ബോൾ പരമോന്നത ബഹുമതിയായ ഫ്രാൻസ് ഫുട്ബോൾ മാസികയുടെ പ്രശസ്തമായ ബാലൻ ഡിയോർ പുരസ്കാരം അർജന്റീനിയൻ താരം ലയണൽ മെസ്സി അർഹനായി. 8ാം തവണയാണ് മെസ്സിക്ക് ബാലൻ ഡിയോർ പുരസ്കാരം സ്വന്തമാവുന്നത്. ഏറ്റവും അധികം ബാലൻ ഡിയോർ നേടിയ താരവും മെസ്സിയാണ്. സ്പാനിഷ് താരം ഐറ്റാന ബോൺമറ്റിയാണ് മികച്ച വനിതാ താരം. അപ്പോൾ 2 പേരെയും പഠിക്കണം. പുരുഷ താരമാണെങ്കിൽ ലയണൽ മെസ്സിയും വനിതാ താരമാണെങ്കിൽ ഐറ്റാന ബോൺമറ്റിയുമാണ്. സഖറോവ് പ്രൈസ് യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് മനുഷ്യാവകാശത്തിനുള്ള ബഹുമതിയാണ്. സഖറോവ് പുരസ്കാരം ഇറാനിൽ കൊല്ലപ്പെട്ട മഹ്സ അമിനിയും വുമൺ ലൈഫ് ഫ്രീഡം വനിതാ പ്രസ്ഥാനവും തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അടുത്ത JCB പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. 2022 JCB സാഹിത്യ പുരസ്കാരം പെരുമാൾ മുരുകൻ്റെ നോവൽ ഫയർ ബേഡ് നേടി. നോവൽ തമിഴിൽ നിന്നും ജനനി കണ്ണനാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത്. ഗ്രന്ഥകാരന് 25 ലക്ഷം രൂപയും വിവർത്തകന് 10 ലക്ഷം രൂപയാണ് പുരസ്കാരം. അപ്പോൾ JC ഡാനിയൽ പുരസ്കാരം പെരുമാൾ മുരുകൻ്റെ നോവൽ ഫയർ ബേഡ് നേടി. നോവൽ തമിഴിൽ നിന്നും ജനനി കണ്ണനാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഗ്രന്ഥകാരന് 25 ലക്ഷം രൂപയും വിവർത്തകന് 10 ലക്ഷം രൂപയാണ് സമ്മാനം. സത്യജിത് റായ് പുരസ്കാരം ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളും ഓസ്കർ ജേതാവുമായ മൈക്കിൾ ഡഗ്ലസിന് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. അപ്പോൾ ആരാണ്? മൈക്കിൾ ഡഗ്ലസിനാണ് സത്യജിത് റേ
ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് സമ്മാനിച്ചു. ഗോവയിൽ 54ാമത് രാജ്യാന്തര ചലച്ചിത്ര ഫിലിം ഫെസ്റ്റിലാണ് സമ്മാനം. അപ്പോൾ ഡഗ്ലസിനാണ് സത്യജിത് റേ പുരസ്കാരം എന്നാലോചിച്ച് വയ്ക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് ഭാഷാചരിത്ര പണ്ഡിതനും നിരൂപകനുമായ പ്രൊഫസർ SK വസന്തൻ അർഹനായി. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള പുരസ്കാരം പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള ജ്യോതി പുരസ്കാരം T പത്മനാഭന് ലഭിച്ചു. ജസ്റ്റിസ് M ഫാത്തിമ ബീവിയും സൂര്യകൃഷ്ണമൂർത്തിയും കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായി. പുനലൂർ സോമരാജൻ, ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശൻ നായർ എന്നിവർ കേരളശ്രീ നേടി. അപ്പോൾ കേരള പുരസ്കാരം എന്ന് പറഞ്ഞു വെച്ചാൽ പത്മ പുരസ്കാരത്തിൻ്റെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ്. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചാൽ T പത്മനാഭന് ലഭിച്ചു. ജസ്റ്റിസ് M ഫാത്തിമ ബീവിയും സൂര്യകൃഷ്ണമൂർത്തിയും കേരള പ്രഭ പുരസ്കാരത്തിന് അർഹനായി. അതുപോലെ തന്നെ പുനലൂർ സോമരാജൻ, ഗംഗാധരൻ, രവി DC, MK ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ എന്നിവർ കേരളശ്രീ നേടി. ഓക്കെ. നിയമസഭാ പുരസ്കാരം കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡിന് സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അർഹനായി. അപ്പം നിയമസഭാ പുരസ്കാരം ആർക്കാണ്? MT വാസുദേവൻ നായർക്ക്. നിയമസഭാ പുരസ്കാരം MT വാസുദേവൻ നായർ. അക്ഷര പുരസ്കാരം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം M മുകുന്ദേട്ടൻ്റെ കുട്ടികൾ എന്ന കൃതിക്ക് ലഭിച്ചു. അക്ഷര പുരസ്കാരം M മുകുന്ദേട്ടൻ്റെ കുട്ടികൾ 1.25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അക്കിത്തം പുരസ്കാരമാണെങ്കിൽ തപസ്യ കലാസാഹിത്യവേദിയുടെ അക്കിത്തം പുരസ്കാരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കരൻ അർഹനായി. അപ്പോൾ അക്കിത്ത പുരസ്കാരം KP ശങ്കരൻ. അക്ഷര പുരസ്കാരം M മുകുന്ദേട്ടൻ്റെ കുട്ടികൾ. നിയമസഭാ പുരസ്കാരം MT വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ്. അതുപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം T പത്മനാഭന് ലഭിച്ചു. സത്യജിത് റേ പുരസ്കാരം ആർക്കാണ്? മൈക്കൽ ഡഗ്ലസിനാണ് ലഭിച്ചത്. JC ഡാനിയൽ പുരസ്കാരം പെരുമാൾ മുരുകൻ്റെ നോവല് ഫയർ ബേർഡിന് നേടി. അത് തമിഴിലേക്ക് വിവർത്തനം ചെയ്തത്, നോവൽ തമിഴിൽ നിന്നും ജനനി കണ്ണനാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പോൾ ഗ്രന്ഥകാരന് 25 ലക്ഷം രൂപയും വിവർത്തനം ചെയ്തവർക്ക് 10 ലക്ഷം രൂപയാണ് കിട്ടുക. എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ പുരസ്കാരങ്ങളൊക്കെ എഴുതി തന്നെ പഠിക്കുക. നോബൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു കിട്ടി, ആർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? വളരെ നീറ്റായിട്ട് ഒരു ബുക്കിൽ എഴുതി തന്നെ പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്ക് നഷ്ടമായിട്ട് പോകും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അവാർഡ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. എല്ലാവരും ഓരോ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് എഴുതി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഈ അവാർഡുകളൊക്കെ മുമ്പ് PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. 2021 ആണോ 2022 ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക്